ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു ബീച്ച് ഫെസ്റ്റ് കാണാൻ. നമ്മൾ കയറി ചെന്നപ്പം ആദ്യം കണ്ടത് ഇതായിരുന്നു വയലിൻ ചെണ്ട ഫ്യൂഷനായിരുന്നു. അടിപൊളി പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാമൊക്കെ കണ്ട് നമ്മളിതാ 360 ഡിഗ്രി എക്സ്പോ കാണാൻ പോയി. ഒരാൾക്ക് 100 രൂപയായിരുന്നു ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെന്ന് ക്യൂ നിന്നപ്പോഴത്തേക്കും അവിടെ നടന്നുകൊണ്ടിരുന്ന ഷോ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേഗം തന്നെ അകത്ത് കയറാൻ പറ്റി. നമ്മളൊരു സൺഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല നമ്മളൊരു 6 മണിയൊക്കെ കഴിഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് ബീച്ചിലും ഉണ്ടായിരുന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ കാണാനും ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അധികം നേരം ക്യൂ നിൽക്കേണ്ടി വന്നില്ല. നമ്മൾ 5 പേരായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. വലിയവർക്കും കൊച്ചു പിള്ളേർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു 360 ഡിഗ്രി എക്സ്പോ. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കണ്ടിട്ട് വന്നാലോ? നമ്മുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ മനസ്സിലായില്ലേ നമുക്ക് ഈ ഷോ ഇഷ്ടപ്പെട്ടെന്ന്. അങ്ങനെ നമ്മൾ 360 ഡിഗ്രി എക്സ്പോ ഒക്കെ കണ്ടിട്ട് നേരെ വന്ന് ട്രെയിനിൽ കയറി. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ കയറാൻ പറ്റിയൊരു ട്രെയിനായിരുന്നു. ഇതിന് 80 രൂപയായിരുന്നു ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഞങ്ങൾ 3 പേരും പിന്നെ ആമിക്കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആമിക്കുട്ടിക്ക് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലുതായിട്ട് വിങ്ങി പൊട്ടിയില്ല. ആൾക്ക് ഇഷ്ടപ്പെട്ടു. ഏകദേശം ഒരു 10 റൗണ്ട് കറക്കെങ്കിലും ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആൾ കരയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് ആളെ ഇങ്ങനെ ഇരുത്തി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിത് കഴിഞ്ഞ തവണ വന്നപ്പോഴേ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞങ്ങൾ സ്ഥിരമായിട്ട് കയറുന്ന സോൾട്ട് ആൻഡ് പെപ്പറിൽ കയറി ബജ്ജി ഐറ്റംസൊക്കെ കഴിച്ചു. ഒരു കുലുക്കി അതിൻ്റെ അപ്പുറത്തെ കടയിൽ നിന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മറൈൻ എക്സ്പോ കാണാൻ കയറി. കഴിഞ്ഞ തവണ ഇതുപോലെ മറൈൻ എക്സ്പോ ഉണ്ടായിരുന്നു. ഞാൻ ചേട്ടനോട് ഡിസംബർ 25 വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്യൂ നിന്നാണ് അകത്ത് കയറിയത്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ റോബോ ഒക്കെ പുതിയതാണ്. അങ്ങനെ റോബോട്ട് ഷേക്കൻ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ ഈ എൻട്രൻസിലൂടെ അകത്തേക്ക്. നല്ല മനോഹരമായിട്ടാണ് ഈ എൻട്രൻസ് ഒക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കഴിഞ്ഞ തവണ ഒരുപാട് ആനിമൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഈ തവണ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്നോ പാർക്ക് വെച്ചിട്ടാണ്. നല്ല രീതിയിൽ സ്നോയൊക്കെ ഇട്ട് കുറേ പൊളാബിയ, പെൻക്യൂൻ അങ്ങനെ ഒരുപാട് ആനിമൽസിനൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് നല്ല മനോഹരമായിട്ടുള്ള സെറ്റപ്പിലായിരുന്നു എൻട്രൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ്. മാത്രമല്ല ഒരുപാട് ഹട്ട്സ്, സ്നോമാൻ, ഒരുപാട് മരങ്ങൾ, ബാക്കിൽ നല്ല സീനറി, അത്യാവശ്യം ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ നല്ല നല്ല ഒരുപാട് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് നടക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു തിരക്ക് നമുക്കുണ്ടായില്ല. കാരണം ഏകദേശം ഇത് കഴിയാറായ സമയത്താണ് നമ്മളവിടെ ചെന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. സമാധാനമായിട്ട് കണ്ടിട്ട് ഇറങ്ങാൻ പറ്റി. മാത്രമല്ല നമ്മൾ രാത്രിയിലുമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ഒത്തിരി പൊളാബിയറും ഇതൊരു മിനി കാശ്മീർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ഫ്ലവേഴ്സും ഒരു കാശ്മീരിൻ്റെ സീനറി കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിവിടെ. അതിനുശേഷം നമ്മൾ നേരിട്ട് എൻ്റർ ചെയ്യുന്നത് നമ്മുടെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ഫിഷിനെ കാണാനാണ്. പല ടൈപ്പ് ഓഫ് ഫിഷസ് ഉണ്ടായിരുന്നു. നമുക്ക് പേരും ഒന്നും അറിയില്ല. പക്ഷെ ഒരുപാട് തരത്തിലുള്ള വലുതും ചെറുതും പല കളറിലും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഫിഷ് ഉണ്ടായിരുന്നു അവിടെ. കുറച്ച് ഫിഷസിനെ കണ്ടാലോ?
അങ്ങനെ നമ്മൾ ഫിഷിനെയൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. ആമിക്കുട്ടിക്ക് അതിനെ പിടിക്കണമെന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ഇവിടെ ചേട്ടനാണെങ്കിൽ ചേട്ടൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ളൊരു ഫിഷിനെ കിട്ടി. അപ്പോൾ അതിനെ വെച്ചിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള പോസിലാണ്. ആൾ കഷ്ടപ്പെട്ട് പോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ മീൻ അടങ്ങിയിരിക്കുന്നില്ല. ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അതിൻ്റെ പുറകെ നടന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതായത് ഒരു വലിയ മീൻ, അതിനെ വെറുതെ വിട്ടില്ല. അതിൻ്റെ കൂടെ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ചു. അങ്ങനെ നമ്മൾ കണ്ട് നടന്ന് ഏകദേശം മീനൊക്കെ കഴിയാറായി. ഇതായിരുന്നു നമ്മൾ കണ്ട ലാസ്റ്റ് മീൻ. ഇതൊരു വെറൈറ്റി മീനായിട്ടുണ്ടല്ലോ, ഏകദേശം ഒരു പാമ്പിനൊക്കെ പോലെ ഇരിക്കുന്ന മീനിൻ്റെ പേരെനിക്കറിയത്തില്ല. അപ്പം ആ മീനെയൊക്കെ കണ്ട് നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങിയപ്പം നമുക്ക് നെക്സ്റ്റ് ഇവിടുത്തെ അട്രാക്ഷൻ ആയിട്ടുള്ള നമ്മുടെ മത്സ്യകന്യകയെ കാണാം. മത്സ്യകന്യകയെ കാണുന്നിടത്താണ് പിന്നെയും തിരക്കുള്ളത്. കുട്ടികളായിരുന്നു കൂടുതലും നമ്മുടെ മത്സ്യകന്യകയെ കാണാൻ വേണ്ടി അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കൂടി നിന്നിട്ടുണ്ടായിരുന്നത്. അവർക്കെല്ലാം നമ്മുടെ മത്സ്യകന്യക ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരെ സമ്മതിക്കണം അല്ല, എത്ര നേരം ആ വെള്ളത്തിൽ കിടക്കുന്ന, ശ്വാസമൊക്കെ പിടിച്ച് വെച്ച് പാവം എത്ര നേരമായി വെള്ളത്തിൽ കിടക്കുന്നത്. അങ്ങനെ നമ്മൾ മത്സ്യകന്യകയൊക്കെ കണ്ടിറങ്ങി. നമ്മൾ ഇനി നേരെ ചെല്ലുന്നത്, ഇനി കുറേ സ്റ്റോളാണുള്ളത്. ആദ്യം നമ്മൾ കണ്ടത് ഇങ്ങനൊരു ജൂട്ടിൻ്റെ ചപ്പലൊക്കെ വിൽക്കുന്ന, ഷൂ ഒക്കെ വിൽക്കുന്ന ഒരു സ്റ്റോളാണ്. ഇതുപോലെ ഒരുപാട് സ്റ്റോൾ ഇതിനകത്തുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ബാഗുണ്ട്, തൊപ്പിയുണ്ട്, ചെരുപ്പുണ്ട്, മാത്രമല്ല ഫർണിച്ചേഴ്സ് ഉണ്ട്, വാഷ് ബേസിൻ സെറ്റുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റോളുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സുണ്ട്, കുത്താമ്പുള്ളിയുടെ സ്റ്റോർ ഉണ്ടായിരുന്നു. കുത്താമ്പുള്ളി എന്ന് തന്നെയല്ലേ പറയുന്നത്. അവിടുന്ന് ഞങ്ങളൊരു കമ്പിളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പഴയകാല മിഠായി, പിന്നെ കുറേ കമ്മൽ, മാല, ഫുഡ് ഐറ്റംസ്, ഒരുപാട് സാധനങ്ങളുടെ സ്റ്റോൾ അവിടെ അവൈലബിൾ ആയിരുന്നു. നമ്മൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ എല്ലായിടത്തും അങ്ങനെ കയറിയില്ല. ജസ്റ്റ് നമ്മുടെ കണ്ണുടക്കിയെടുത്ത് മാത്രം ജസ്റ്റ് കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ ഇറങ്ങി. ഒരുപാട് സ്റ്റോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് വരുന്നത് ഒരു ഫുഡ് കോർട്ട് പോലത്തെ ഏരിയയാണ്. അവിടെ എന്താ മലബാർ അടുക്കള, പിന്നെ ജ്യൂസ്, ചക്കയുണ്ണിയപ്പം. അതിൽ ഞങ്ങൾ വെറൈറ്റി ആയിട്ട് കണ്ട ചക്കയുണ്ണിയപ്പം ഞങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ചക്കയുണ്ണിയപ്പമായിരുന്നു. ഞാൻ ബേസിക്കലി ചക്കയുടെ ഐറ്റംസ് ഒന്നും കഴിക്കാത്ത ആളാണ്. എനിക്ക് വരെ ചക്കയുണ്ണിയപ്പം ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.